മാസപ്പടി വിവാദത്തിൽ വീണ വിജയൻ കുടുങ്ങിയതോടെ വിഷയത്തിൽ മുഖ്യനടക്കമുള്ളവരുടെ പങ്ക് എന്താണ് എന്ന ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത്. പാർട്ടിയുടെയും സഖാക്കന്മാരുടെയും മാനം രക്ഷിക്കാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരോടാണ് കളിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് തന്നെ പരാതിക്കാരനായ ഷോൺ ജോർജും മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് എന്തും സംഭവിക്കാമെന്നാണ് ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. തന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ 5 പേരെ താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് മുന്നിൽ ഈ വിഷയത്തിലെ ഏക പരാതി തന്റേത് മാത്രമാണ്. കോടികൾ കട്ടവൻ ഒരു മാങ്ങ കക്കുമ്പോഴാകും പിടിക്കപ്പെടുക. അത്തരമൊരു മാങ്ങയാണ് എക്സാലോജിക്കെന്നും ഷോൺ ജോർജ് പറഞ്ഞു. കൂടാതെ എക്സാലോജിക്കിനെതിരെ അന്വേഷണം വരുമെന്ന് മുൻകൂട്ടി കണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും ഷോൺ ജോർജ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എക്സാലോജിക്കിനും CMRLനും കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. CMRLുമായി ബന്ധപ്പെട്ട് ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച PV പിണറായി വിജയൻ തന്നെയാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു. 2023 സെപ്റ്റംബർ 29-ന് താൻ SFIAയ്ക്കും കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും പരാതി നൽകി. ഈ മാസം 5-നാണ് CMRLും KSIDCയും കമ്പനി രജിസ്ട്രാർക്ക് വിശദീകരണം നൽകിയത്. ഈ മറുപടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തനിക്ക് നൽകി. അതിനുള്ള മറുപടിയും താൻ ഫയൽ ചെയ്തിട്ടുണ്ട്. 6 മാസമായി സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ നിരീക്ഷിക്കുകയാണ്. ഫോൺ ചോർത്തുന്നുണ്ട്. എക്സാലോജിക്കിനെതിരായ ഈ അന്വേഷണം എത്തേണ്ടിടത്ത് താൻ എത്തിക്കും. ഒരു രാഷ്ട്രീയ മുന്നണിയുടെയും പിന്തുണയോ സഹായമോ അതിനായി താൻ തേടിയിട്ടില്ല എന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. വിഷയത്തിൽ മുഖ്യന്റെ പങ്കുകൂടി തെളിയുന്നതോടുകൂടി പാർട്ടിയുടെ തന്നെ പതനത്തിന് അത് വഴിയൊരുക്കുമെന്ന കാര്യം CPMലെ താഴെത്തട്ട് മുതൽ മുകൾത്തട്ട് വരെയുള്ള എല്ലാ സഖാക്കന്മാർക്കും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ നിന്നും തലയൂരാൻ ഏതറ്റം വരെ പോകാനും പാർട്ടി തയ്യാറാവുകയും ചെയ്യും. മാസപ്പടി വിവാദത്തിൽ നിന്നും കേരളത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ ഇനി CPM കാഴ്ചവെക്കുന്ന നാടകങ്ങൾ എന്തൊക്കെയെന്നത് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം.